നമ്മളെക്കാൾ വലിയ വഖീർ ലോകത്തില്ല. അപ്പം അതുകൊണ്ട് സലാത്ത് പെരുപ്പിച്ചോ, അതേ നമുക്ക് ലക്ഷ്യമുള്ളൂ. ഞാൻ ഉറുദിയൊന്നും പറയാൻ ഉള്ള അർഹതയും അവകാശവും എനിക്കില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് ദീന് എന്ന് പറഞ്ഞാൽ എന്താ? അത് സുന്നത്ത് ജമാഅത്ത്. അള്ളാഹു പറഞ്ഞു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീനാണ്. എന്താ ഇസ്ലാം ദീന്? ആ ഇസ്ലാം ദീൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇതെല്ലാം വിശദമായി പറയാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം ആളെ സഹായമൊന്നും വേണ്ട, എല്ലാം പറയാൻ കഴിയും. പക്ഷേ സമയം വഴിയിപ്പോയല്ലോ. മണി എത്രയായതാ? 10:30 മണി. എപ്പോഴോ ആള് കൂടിയതാ. അപ്പൊ ചുരുക്കത്തിന് ദീന് നിറഞ്ഞ ഒരു നിയമം അതാണ് ദീന്റെ ധൈര്യം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജറുൽ ഹൈതമി തന്റെ തുഹഫ എന്നീ ഫിഖഹിന്റെ വലിയ കിതാബ് 10 ജുൽദുണ്ടല്ലോ, അതിൽ ആദ്യം മുഖദ്ദിമയിൽ പറഞ്ഞത് ഇതാണ് ദീനിന്റെ ധൈര്യം. ദീനിന്റെ സാങ്കേതികമായ അർത്ഥം അള്ളാഹുവിന്റെ നിയമമാണ്. വേറെ ആരുണ്ടാക്കിയതല്ല, നബി ഉണ്ടാക്കിയതല്ല, അമ്പിമാരുണ്ടാക്കിയതല്ല, ആരതും അല്ല, അള്ളാഹുവിന്റെ നിയമം. എങ്ങനെയുള്ള നിയമം? ബുദ്ധിയുള്ള ആളുകളെ മുഴുവനും ബിദ്അത്ത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നേ. അതിന്റെ ചുരുക്കം അസ്സഅദത്തുൽ അബദിയ്യ, കാലകൊല്ലമുള്ള വിജയത്തിലേക്ക് തെളിക്കുന്ന ഒരു മതാണത്. ആ മതത്തിന്റെ അവകാശികളും അത് നടത്തുന്നവരും ആര്? അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു പോലെ ഇത് സഹാബത്തിന് പറഞ്ഞു. സഹാബത്തില്ലാതെ കഴിയില്ല. നമുക്കാരത്തെയും ദീൻ തിരിയോ, അള്ളാഹുവിനെ തിരിയോ, ഖുർആൻ തിരിയോ, ഹദീസ് തിരിയോ പറഞ്ഞ രണ്ടാളുകൾ സഹാബത്താണ്. അപ്പൊ അവരാരാ സഹാബത്ത്? ആ സഹാബത്ത് സാക്ഷികളാണ്. എങ്ങനത്തെ സാക്ഷികൾ? സാക്ഷി പറയാൻ അർഹതപ്പെട്ട് ആ സാക്ഷി പറഞ്ഞ അയാൾ ആരും നോക്കണ്ട. ആ സാക്ഷി അള്ളാഹു പറഞ്ഞു. എന്താ സഹാബത്തിനെ പറഞ്ഞത് പറ്റി പറഞ്ഞത്? റളിയല്ലാഹു തആല അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികള്. അപ്പൊ ഒരു സഹാബിയാണെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നോക്കണ്ട. നേരെ മറിച്ച് ഒരു ഹദീസിന്റെ സനദ് അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിലും 10,000 സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിലും വലിയ ഇബാദത്തുള്ളവനാണെങ്കിലും അവനെപ്പറ്റി നോക്കണം. ഇവനാര് ഏതെങ്കിലും ഒരവസരത്തിൽ ഇവൻ പൊള്ളു പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. സഹാബിയാണെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അതൊന്നും ഇപ്പം ഞാൻ പറയാൻ നിൽക്കണില്ല. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ കോട്ടൂരിൻ്റെ ഉസ്താദിൻ്റെ വാസ്തവത്തിൽ ഇന്ന സ്വീകരിക്കാൻ ഇന്ന ബഹുമാനിക്കാനും ഒന്നുമല്ല. കോട്ടൂർ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസം രാവിലെ വന്നിട്ട് കാറിൽ വന്ന് അയാൾക്ക് ചൂടും പോയാണല്ലോ എപ്പോഴും ഉള്ള പാക്ക മടിക്കറ്റി കണ്ട് അവിടെ നിന്നിട്ട് കുലല. എന്തേ വന്നത്? ഒന്നുമല്ല, ഒരു കൊല്ലത്തെ നമ്മളെ ദർസിൻ്റെ വരുമാനം ഭക്ഷണം കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ തങ്ങളവിടെ വന്നാൽ കിട്ടും. അതുകൊണ്ട് ഒരു ദിവസം തങ്ങൾ വരണം. ഓ ഞാൻ വരാം, ഞാൻ വന്നാൽ കൊണ്ട് ആകുമെങ്കിൽ ഞാൻ വരാൻ തരാം. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം കൊണ്ടുപോയിട്ടുണ്ടാക്കി AP അവിടെ സ്വീകരണം വെച്ച്. കാരണം നമ്മളെ മാലിക്കി, അബ്ബാസ് മാലിക്കി, മുഹമ്മദ് മാലിക്കി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ. മുഹമ്മദ് മാലിക്കി എന്ന് പറഞ്ഞ ആള് വലിയ അലിമാണ്. അവരെ സഹോദരനാണ് ആര്? അബ്ബാസ് മാലിക്കി, അനുജനാണ്.
അതും ചില ആൾക്ക് ചെയ്യില്ല, കേട്ടൊന്നും തിരിയില്ല, വലിയ ആൾക്ക് തന്നെ തിരിയില്ല. അബ്ബാസ് മാലിക്കിന് പല തനിക്കും ക്ഷണിച്ചപ്പോൾ മൂപ്പർ ഉത്തര എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ് അബ്ദുറഹ്മാൻ ബുഖാരിൻ്റെ ഒരു ഇതിൽ പരിപാടിയുണ്ട്, അതിന് ഞാൻ വരാതെ, അപ്പം അതിന് സമയം മാറ്റണം എന്നാ ഞാൻ വരാതെ. അങ്ങനെ മാറ്റി. അപ്പം രണ്ടും അള്ള വേണ്ടി വെച്ചതാണ്, പിന്നെ ഉണ്ടാക്കാനാ. അങ്ങനെയാണ് ഇപ്പം അതും ഇതും കൂടി വന്നത്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അല്ലേ അയിൽമികൾ. അബ്ബാസ് മാലിക്കി, മുഹമ്മദ് മാലിക്കി, ഇവർ രണ്ടാളും. ഞാൻ ആദ്യം ഹജ്ജിന് പോയത് 961. അന്ന് കപ്പലിലല്ലാതെ പ്ലെയിനിൻ്റെ പ്രശ്നമേ ഇല്ല. ആ കാലത്ത് ഹജ്ജിന് പോയപ്പോൾ ഈ ഇവരെ വാപ്പിയാകുന്ന സയ്യിദ് അലി മാലിക്കി എന്ന മഹാനവറുകൾ അവിടെ മദ്രസ ഹറമിൽ തന്നെ ദർസിൽ കൊടുക്കുന്ന ആളാണ്. എത്രയോ അഴിമീങ്ങളുണ്ടാവും. ആ മഹാനവറുകൾ ഈ രണ്ട് കുട്ടികളെയും, ചെറിയ കുട്ടികളാണെങ്കിലും തബറുക്കിന് വേണ്ടി അവിടെ ഇരുത്തും. അന്നേ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ പോകുമ്പോഴെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നല്ലാതെ പോകാൻ എനിക്ക് കഴിയില്ല. പിന്നെ അങ്ങനെ ഒന്നായിട്ട് പകരുമില്ല. പിന്നെ നിയമം ഒന്ന് 5 കൊല്ലാകുമ്പോഴേ പോയിക്കൊടും. അവ 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ അങ്ങനെ ആയി. ഇപ്പം 7 കൊല്ലത്തിലധികം തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങി. മുഹമ്മദ് മാലിക്ക് പിന്നെ പ്രാവശ്യം വന്നാൽ പറഞ്ഞ്, നിങ്ങൾ അവിടെ വരുന്നില്ലല്ലോ, നിങ്ങൾ അതെന്താ, നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും വന്നാൽ നിങ്ങൾക്ക് ഇടങ്ങാറല്ലേ. അല്ല, ഞാൻ ഇനി വരുന്നത്. പക്ഷേ അപ്പോഴേക്കും മൂപ്പര് മരിച്ചുപോയി, ഉണ്ടായില്ല. പ്രിയ സഹോദരങ്ങളെ, ഇൽമ് വല്ലാത്ത സാധന. ഇൽമ് ഇന്നിപ്പം ദർസ് നിറഞ്ഞ സാധനം ഇല്ല. എല്ലാവരും പറയുന്നത് ദർസുണ്ട്, കുട്ടികളില്ല. കേസതാ, കുട്ടികളില്ല. ഞാൻ പറഞ്ഞ് കുറച്ചായിട്ട് പിന്നീട് പറഞ്ഞ കുട്ടിക്കോ വെറും ദർസ് എന്ന് വെച്ചാൽ കുട്ടികളെ കിട്ടൂല. പിന്നെ ദേവാ കോളേജിൽ നിന്ന് വെച്ചോ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം കൂടുതൽ കൂട്ടിക്കോ. അല്ല, അങ്ങനെയല്ലപ്പോൾ പണ്ടൊക്കെ അങ്ങനെ അല്ല. പക്ഷേ ഇന്നും കിട്ടുമോ? കോട്ടൂരിൻ്റെ അവിടെ എത്ര കുട്ടികളുണ്ട്? ഒരു കോളേജും അല്ല, വെറും ദർസ് മാത്രമല്ല. ഈ ചൂടും പുകയിലല്ലേ മൊബൈൽ ചെല്ലി കൊടുക്കുന്നത്. എത്ര കുട്ടികളുണ്ട്? ഇപ്പം കുട്ടികൾ സൂത്രം പഠിച്ചു എന്താ എവിടെയോന്ന് വെച്ചാൽ ഞാൻ കോട്ടൂരിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇൽമുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിക്കും, നീ എന്താ ഓതിയത് ഒന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്നത് കിട്ടൂല. അപ്പം അത് നീ പേരെടുക്കാൻ അതുകൊണ്ടൊന്നും അവർ ഓതിപ്പടിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല. ഇൽമ് നൂറും യഖ്ദിഫുഹു ഫീ ഖൽബി അബ്ദിഹി, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രഭയാകുന്നു. കിതാബും ബി മാഫി പോലല്ലോ. കിതാബിനുള്ള ഇൽമ് അവന്റെ ദീനിന് വേണ്ടേ? ഓർമ്മ ഉണ്ടാവുമോ? ഒരു ശരഹത്തരീബ് പോയി തരാൻ കഴിയുള്ളൂ. ശരഹത്തരീബ് ശരിയാ ഒരു കിതാബല്ലേ. അതിൻ്റെ ഖാത്തിമത്തെ പറഞ്ഞ ഇൽമ് ഇന്നുള്ള അഴിമീങ്ങൾക്ക് പറഞ്ഞു കഴിയുമോ? ചൂട്ടുള്ള പോലത്തെ ആളുണ്ടാവും. അല്ലാത്തതൊക്കെ ആർക്കും എന്ത് കിട്ടാനാ? ഒന്നും കിട്ടൂല. ഞാൻ ഒറ്റ ഒന്ന് മതിയ ഇൽമിനെ പറ്റി എന്താ പറഞ്ഞത്? അജ്സാവുല്ലൊരു മിസലാസത്തുൻ. ഇൽമിൻ്റെ അജ്സാവ് 3 എന്താണ്? അജ്സാവുല്ലൊരു തഹ്ദീബിൻ്റെ ഇബാറത്താണ് 3. എന്താ അജ്സാവുല്ലു ഇൽമ് 3 പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞാൽ തീരുവോ? മൗലൂഇ മബാദി മസായിൽ. ഇത് മൗലൂഇ മബാദി മസായിൽ ഇബാറത്ത് തന്നെയാണ്. തിരിച്ച് കാണാതറിയ ഇതിപ്പം വിവരിച്ചാൽ ചെയ്യൂ. ഇപ്പൊ ഓതാനേ കിതാബില്ലാതായിരിക്കണം. ഉള്ളാളത്തെ മുത്തബൽ ക്ലാസ്സിലുള്ള കൂട്ടത്തിൽ നമുക്ക് ഖുസ്വത്തൊന്നുമില്ല. ഒരു മുത്തബൽ തന്നെ ഉള്ളൂ.
ആ മൊത്തമല്ലോ കുട്ടികൾ ചോദിച്ച് നമ്മളെന്താ ചോദണ്ടേ? നിങ്ങൾ ഹിക്കമോദിക്കണോ? അത് ഹിക്കമോദിയല്ലോ. പിന്നെന്തേ? എന്നാ യഹിയൻ്റെ 3-5 ചോദിക്കോ? അത് ഓതി. പിന്നെ എന്ത് വേണ്ടി? എല്ലാവരും ഓദിക്കുക. എന്നാ ഞാനൊരു കിതാബ് പറഞ്ഞാൽ അക്കായിദുള്ളൊരു കിതാബുണ്ട്, അക്കീദൻ്റെ, അത് ഓദിക്കും. ഒരു തിരഞ്ഞെടുത്ത് എവിടെയും കിതാബില്ല. കിതാബ് കിട്ടാനുമില്ല, വായ്പാനും കിട്ടാനില്ല, കിതാബിന് അടിവില്ല. ഒരു വന്നാൽ ആ കിതാബില്ലല്ലോ, ഞാൻ തരണ കിതാബ്. ഞാൻ പ്രൈവറ്റായിട്ട് വെല്ലൂരിൽ ഓതിയൊരു കിതാബിൻ്റെ അല്ലേ, ചെറുതാണ്, വലുതൊന്നുമല്ല. AP പറഞ്ഞ പോലെ എനിക്ക് സ്വന്തം കിതാബ് വാങ്ങിയിട്ട് ഓതല്ല ഞാൻ. അതാണ് അതിനുള്ള കഴിവുമില്ല, ഒരാൾ ചോദിക്കാൻ നടക്കാനും കഴിയില്ല, വായ്പ വാങ്ങിയിട്ട് ഓതാ. ആദ്യം ഞാൻ ഓതിയത് പറയാൻ വരുമ്പോൾ ഇല്ലാതെ കിതാബ് വായ്പ. അപ്പോൾ ചതലെന്ന് പോയി ഒരുത്തിരി വായിക്കുമ്പോൾ. അപ്പോൾ കണ്ണി മുസ്ലിയാരാണ് ഉസ്താദ്. മൂപ്പര് ചോദിച്ചാൽ എന്താ ഞങ്ങളെ വായിക്കാത്തത്? ഇവിടെ ഇലക്ഷൻ ചതലെന്ന് ചോദിക്കുന്നു. ഞാൻ അതിൻ്റെ അപ്പുറം വായിക്ക്. ഞാൻ അപ്പുറത്ത് വായിച്ചു. ഒന്നും കൂടി വായിച്ച്. പിന്നെ മൂപ്പർ ഒറ്റ വായിക്കരുത്, ചതറുന്നത് അതിൻ്റെ അപ്പുറം എല്ലാം കൂടി ഒറ്റ വായിക്കരുത്. അതായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ളത് ചതറ് നിർത്തി അഴകിത്താൻ നോക്കുമ്പോൾ മൂപ്പർ വായിച്ചു വരുന്നത് അതായിരുന്നു. അങ്ങനെ എന്ത് അങ്ങനത്തെ കന്യം മുസ്ലിം അവരെ കുരുത്തൊക്കെ നീക്കി പറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടം പറഞ്ഞു നടക്കണം. ആയിക്കോട്ടെ, ഞാൻ കുരുത്തുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈക്കൻ്റെ കുരുത്തക്കൾ വെച്ച് അങ്ങനെ പല കുരുത്തക്കളും നീക്കി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കുറച്ചും കൂടി ആസ്തി നീട്ടിയിട്ട് ഒരു കുരുത്തക്കളും എനിക്ക് വെച്ചില്ല. ഞാൻ അവരോടും പറയും, കന്യമ്മയിലാരോടും പറയും, ഈക്കനോടും പറയും, അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. പിന്നെ ഓരോ കാര്യത്തിന് അള്ള വേണ്ടി വെച്ചൊക്കെ നടക്കണ്ടേ? മൂപ്പരെന്താ അറിയോ? കന്യമ്മയിലെന്നറിയാനാ. അവിടെ നിന്ന് ദ്വാരപ്പിച്ച് താഴെ കൊണ്ടായ പിന്നെ ഇവരല്ലേ ചക്കര കഞ്ഞി വെക്കുന്നത്. കുറച്ചാൽ ആ മൂപ്പരറിയില്ല. ഉള്ളാളക്കാർ അവിടുന്ന് ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന്. ആരൊക്കെ ഇന്നല്ല, ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പം തങ്ങളും വരണ്ടേ? നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കണം? നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര്? പണ്ടാരനെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണേ, തങ്ങൾ വരണേ നമ്മളെ കൂടെ. അങ്ങനെ ഞാൻ വന്നു. ഈക്കൻ്റെ അടുത്ത് പോയാൻ പറയും, ഈക്കൻ കഞ്ഞിനൊക്കെ ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പോയിട്ട് പിന്നെ വലിയ കന്യമ്മയിലാണ്. അവിടെ പോയപ്പോൾ ഞാൻ കാറിലിരുന്നു, ഇവരയച്ചു. ഉള്ളാളത്തിന് വന്ന അവധിയും എല്ലാം കൂടി മുപ്പരത്തിൽ അയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ തങ്ങളോടെ തങ്ങൾ കാറിലുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വിളിക്കും കുഞ്ഞുമാനെ, ഓമ്പ് പോവോ? അപ്പം അടുത്ത മാനാട് വന്ന് മുപ്പര് വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിക്കവന് തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കാൻ അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ? അത് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ലേ? പിന്നെ ഞാനങ്ങനെ വരരുത്. തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു ഉള്ളാളക്കാർ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായതുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീട്ടിൽ പുറത്താക്കുന്നത്. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്. ഇനി ആർക്കാടാ കഴിയ? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മതിയായ നിലത്തിലല്ലേ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചാളാ. അങ്ങനത്തെ മഹാനവറുകളെ കാലത്താണ് സമത്വം ഉണ്ടാക്കിയത്. അന്നത്തെ എല്ലാ അഴിമകളും നമ്മളൊന്നും ജനിച്ചിട്ടും കൂടിയില്ല. ആ സ്ഥാപനത്തിൻ്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ല തെറ്റിയത്, ഞാനുമായിട്ടാണ് തെറ്റിയത്. അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷമില്ല. പക്ഷേ എനിക്ക് ഓടാനും പായാനും കഴിയില്ല. അതിനെ AP നന്നാക്കി അയാൾക്ക് കാവക്കാരും
അതിൻ്റെ പുറമെ ആളും ഒക്കെ അള്ളാഹ് രസായും ഒക്കെ ഉണ്ട്. ഞാൻ എവിടെ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടി കൂട്ടില്ല. ഞാൻ പണ്ട് പോയൊരു ബസ്സിലാണ്. അടുത്ത കാലം വരെ ഞാൻ വണ്ടിക്ക് പോയി എൻ്റെ നാട്ടിലിറങ്ങി ബസ്സിന് പോയിട്ടാണ് കുട്ടിക്കുളത്തേക്ക് പോവുക. വയ്യാത്തൊരു കാലം എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്, ഒരു സ്ഥാപനത്തിൻ്റെ കാറ്, ഒരു മുസ്തറക്കായ കാറ് ഇറക്കില്ല. മറ്റുള്ളവരൊക്കെ കാറിന് പോയാൽ ഒരു കൂടി അതിൻ്റെ വാടക കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ വകയിൽ കണക്ക് വെക്കണ്ടേ? എനിക്കതൊന്നും ആവശ്യമില്ല. ഇപ്പം എൻ്റെ കാറെന്നാ എക്സെൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറ് പുറം വന്നിട്ടുണ്ടാവും. ഞാൻ അതിലെല്ലാം കണ്ട് വന്നത് കാറിൻ്റെ കൂടെ ഉണ്ടാവും. അതിപ്പോൾ മാറ്റണമെന്നാണ് പറഞ്ഞ ഒരാൾ. മാറ്റണം ഞാൻ ഒറ്റക്കത് വലിയ പൈസ പോലെടോ എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ അത് പറ്റില്ല, തങ്ങളെ കാത് ഞാൻ തന്നെ വാങ്ങിത്തരുന്നു എന്നൊരാൾ പറഞ്ഞു. അള്ള വേണ്ടി വെച്ചാലാവും, ഞാനത് കാത്തു നിൽക്കൊന്നുമല്ല. ഇപ്പം എന്നാന്ന് വിളിച്ച് പറഞ്ഞ് കാറെല്ലാം റെഡി ചെയ്യുന്നു, പേരൊന്നും ശരിയായില്ല, പേരതൊക്കെ അയാൾ തന്നെ പറഞ്ഞ് 4444 പേര് വെച്ചാലോ. അത് ഹയ്യത്ത് സ്വലാത്തിൻ്റെ എണ്ണത്തിൻ്റെ 4444 സ്വലാത്തുകൾ ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണാണല്ലോ. അത് തിരക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആക്കി തരട്ടെങ്കിൽ അതും ആക്കി കാത്തു തീർക്കണ്ട. അങ്ങനെ കാറ് പറഞ്ഞ് ഇപ്പം വരണ്ട, ഞാൻ പൊന്നുരിഞ്ചല മുതൽ അവിടെ മറവട്ട് കിടക്കുന്ന ഒരാളുണ്ട്. എത്ര വലിയ മഹാന്മാർ നാട്ടിലുണ്ട്. പള്ളിപ്പടി മസ്താൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പൊന്നൂരിഞ്ചിൽ മറവട്ട് കിടക്കണ അയാളെ ഹാത്ത് കാലത്താണ് ഞാൻ ഉള്ളാളത്തിലേക്ക് വന്നത്. ഞാൻ എറണാകുളം പണ്ടേ കണ്ടിട്ടും പോയിട്ടും ഒന്നുമില്ല. ഉള്ളാളത്ത് ദർശിച്ചപ്പോൾ ആദ്യം തന്നെ റമദാനിലെ 2ാം വെള്ളിയാഴ്ചക്ക് തന്നെ ദർശിച്ചു. അതിൻ്റെ മുമ്പ് ഒരു ഒന്ന് കുറപ്പിച്ചു. അക്കാലത്തൊക്കെ ദർശനം കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ എൻ്റെ അമ്മോശനെ കാത്തുനിന്ന് പെരുന്നാളിന് എന്തായാലും വലിയ കാത്ത് അന്നുമില്ല, പെരുന്നാളിനുമില്ല. അപ്പം ഞാൻ തേടിപ്പോകേണ്ട ഞാൻ ചെയ്യാൻ പോയി. ആളൊന്നുമില്ല, ഒറ്റക്ക്. അതിൻ്റെ മുമ്പ് ഷർണൂരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. വെല്ലൂർ പോയതല്ല. വെല്ലൂർ നേരെ വണ്ടിക്ക് അവിടെ പോയി വെല്ലൂർ പോകാന്നല്ല വേറെ അറിയില്ലോ. അങ്ങനെ പല അതിശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി ഇറങ്ങി എറണാകുളം പോയിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ മഗ്‌രിബ് കുറച്ച സമയമുള്ളൂ. 100 അസറും ജമ്മാക്കിയതായിരുന്നു. ഒരു ലടുക്കക്കാരനെ വിളിച്ച്, കുതിരവണ്ടിക്കാരനെ അടുത്ത പള്ളിക്കുള്ളയാക്കി അവിടെ ഉണ്ടാക്കി. ഞാൻ 100 അസറും ജമ്മാക്കി നിസ്കരിച്ചു. പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ശേഷം ഇനി അദ്ദേഹം നിസ്കരിച്ച് പുറത്തിറങ്ങാന്ന് ചോദിച്ചു. അങ്ങനെ അവിടുത്തെ ഇമാമ് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, തങ്ങൾ ഇനി നമ്മളെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഞാൻ വന്ന ആവശ്യം ഇന്നതാണ്. എൻ്റെ ഒരു അമ്മോശനെ തിരഞ്ഞ് വന്നത്. അയാൾ എവിടെ ഉള്ളതെന്ന് അറിയില്ല, ശരിയായ അഡ്രസ് ഇല്ല. അത് ഞാനറിയും. നായരമ്പലം എന്ന സ്ഥലത്ത് ഒരു പള്ളിപ്പണിയിലാണ് മൂപ്പര്. അപ്പം അഡ്രസ് കിട്ടിയല്ലോ. അത് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. അവർക്ക് രാവിലെ ആഴ്ചയിട്ടുണ്ടാക്കി കേസൊക്കെ പറയും. ഇതിന് ഉറുതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സംഭവം പറയും. അങ്ങനെ അയാൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ കഞ്ഞും പത്തി ഞാൻ രാത്രി തെക്കോട്ടൊക്കെ നമ്മളെ പതിവ് അങ്ങനെ. അപ്പോൾ അതൊന്നും അയാൾ നോക്കാതെ എനിക്ക് വേണ്ടി ചോറിന് പ്രത്യേകം അയാഴ്ച കൊണ്ടുവന്നു. അതിന് രാത്രി അന്ന് അതിൻ്റെ തലേന്ന് ഭയങ്കരമായ കാറ്റും മഴയും കാറ്റും മഴയൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മളതൊന്നും അറിയില്ല. വണ്ടിക്ക് പോകണത് കാറ്റും മഴ അറിയാൻ. അങ്ങനെ അവിടെ മഗ്‌രിബ് വന്ന് അവിടെ നിന്ന് ഒതെടുക്കുമ്പോൾ ഒരു മസ്താനെ പോലെ ഒരാൾ ഇങ്ങിച്ചറിഞ്ഞാൽ ഒരാൾ വേറെ ആ കൊത്തിപ്പിടിക്കണം വിടുന്ന് ഇങ്ങനെ കളിക്കണം. അങ്ങനെ കളിച്ച് അതൊന്ന് കണ്ടാലായ ഒന്നും അറിയില്ല. ഇയാൾ തക്കേടിച്ചപ്പം എന്താക്കി, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് അയാളെ റൂമിൽ കൊണ്ടുവന്നു. റൂമ് വലിയ റൂമൊന്നുമല്ല, അത്താർപ്പായോണ്ട് കെട്ടിണ്ടാക്കിയ പള്ളിൻ്റെ അടുത്ത റൂമാണ്. അതിന് ഞാൻ ഇരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ ഒന്ന് പാത്തി തരട്ടേന്നത്. ചാരണമായി അയാൾ പാത്താൻ പോയിൻ്റെ ഇടയിൽ ഞാൻ പണ്ട് കണ്ടിരേ ഇത് പിരാന്തണ്ണമായി കളിക്കുന്ന ഒരാൾ അയാൾ ഈ റൂമിലേക്ക് കയറിക്കുന്നു.
മെല്ലെ കയറി വന്നിട്ടുണ്ടാക്കി നോക്കിയോ ടിപ്പിംഗ് ബോക്സ് തുറന്നു. അയാൾക്ക് കൊണ്ടുവന്ന പറ്റിയും കഞ്ഞിമത്തേണ്ട ടിപ്പിംഗ് ബോക്സ് തുറന്നിട്ടോ അയാൾ കഞ്ഞി കൈകൊണ്ട് തന്നെ കോരി കുടിക്കണ കഞ്ഞി കൈകൊണ്ട് വാരി കുടിക്കാൻ തുടങ്ങി. ഞാൻ ആകെ സ്ലിപ്പായി. ഇയാളിത് കുടിച്ച് പോയാൽ ഞാൻ കുടിച്ചത് ഈ കൂടെ എനിക്കേ ഇയാൾ പോണതിന് മുമ്പ് വന്നാൽ മതിയെന്ന് വിചാരിച്ചു. ഉടനെ അയാൾ വന്നപ്പോൾ ഉടനെ കൂട്ടാനൊക്കെ എടുത്ത് വെച്ചു. അപ്പം പിന്നെ അയാൾക്ക് കഞ്ഞും വേണ്ട കൂട്ടാനും വേണ്ട. അയാൾ അപ്പം തന്നെ മതിയാക്കിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ആൾ പണി വേറെ കാണും. വേറെ അറബിൽ 2 ലഫ്സ് കൊണ്ട് വേറെ പോകും. ഞാൻ ആദ്യം ചെല്ലു. അയാൾ ഇറങ്ങിപ്പോവും ചെയ്തു. ഇയാൾ ചോദിക്കുന്നത് തങ്ങൾക്ക് അയാളറിയോ? ഇല്ല. പിന്നെ തങ്ങളെന്തേ ധാരണ നിങ്ങളെന്തെങ്കിലും കൂട്ടാനെടുത്ത് വെച്ച് കൊടുത്ത് ഭ്രാന്തനാണ് അടിച്ചു വയ്ക്കലല്ലേ? ഭ്രാന്തനാണെങ്കിൽ അടിച്ചു വായിക്കലല്ലേ? നിങ്ങളത് കൂട്ടാനെടുത്ത് കൊടുത്തല്ലോ. അതാരാന്നറിയോ? അത് പള്ളിപ്പടി പ്രസ്ഥാനാ. അപ്പം അമ്മോശം പറഞ്ഞിട്ടുണ്ട് പള്ളിപ്പടി പ്രസ്ഥാൻ്റെ കഥകല്ലോ. ഓഹോ ഞാൻ വലിയ അതിശയുണ്ട്. ഒരാൾക്ക് ഈ മനുഷ്യൻ ധാരന്ന് കൊടുക്കണ ഞാൻ കേട്ടിട്ടില്ല. തങ്ങൾക്ക് ധാര കിട്ടിയല്ലോ. ഞാൻ അറിയാതെ ഉറങ്ങപ്പോൾ അത് വേറെ നിങ്ങൾക്കൊല്ല അയാൾ അറിയുന്ന ആളല്ലേ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് വിചാരിച്ചു. അതതിൻ്റെ സംഗതി. ആ ദ്വായാണ് ഉൾനാളത്തേക്ക് വിട്ടത് കേട്ടോ. ഇനി അതിൻ്റെ ശേഷമുള്ള കഥ കേൾക്കണം. ഞങ്ങൾ രാവിലെ വേറെ ആളാക്കി ആൾക്കൊണ്ടൊന്ന് ഈ നാമ്പറത്തിൽ പോകാൻ വേണ്ടി ബസ് കയറണം. ആ ബസ്സിൽ ബോട്ട് കയറണം. ബസ്സൊന്നുമല്ല അവിടെ, ബസ് പോണ നേരമല്ല അവിടെ. ബോട്ടിൽ അവിടെ കൊണ്ടുവന്ന് ഓരോട് പറഞ്ഞു കൊടുക്കണം. 30 പരിചയമുള്ള ആളല്ല. ഇറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ അത് നിൽക്കണം. കയറി അവിടെ പോയി ഇറങ്ങി. ബസ് നിർത്തി അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ പോയാൽ മതി എന്ന് പറയും. ഞാനങ്ങ് തിരിഞ്ഞ് കുറച്ചെത്തിയപ്പോത്തും ബസ് 2ാമത് അടുപ്പിച്ചു. വിട്ട ബസ് മടക്കടിക്ക്. അപ്പം എന്താ ഇന്ത്യയിൽ നിന്ന് വല്ലതും മറന്നുപോയോ? ഒന്നുമില്ല. ഒരു ചെറിയ ബാഗും കൊടിയേ ഉള്ളൂ. അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെന്തേ? അപ്പോഴൊരാൾ മാടി വിളിക്കുന്നു. ശരി തങ്ങൾ അയാൾ അവിടുത്തെ മുദരിസാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. ലോകം മുദരിസല്ലല്ലോ ഞാനാ. ഇനി അയാളറിയാം. അയാളെ വാപ്പൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ചെറുപ്പക്കാരനാ. അവിടെ വന്നിട്ടുണ്ട്. ഫാറൂഖ് കോളേജിൽ അറബിക്ക് ലെക്ചറായിട്ട് പിന്നീടുണ്ട് അയാളായിരുന്നു. തങ്ങളെന്തേ ഇവിടെ? ഞാൻ അമ്മോശനെ തിരഞ്ഞെടുന്ന് വന്നതല്ലേ. അമ്മോശൻ എൻ്റെ പിറക്കാണ് പോയി കണ്ടോ. അമ്മോശൻ എൻ്റെ പിറക്കാണ്. അപ്പം ഞാൻ ചോദിക്കണ്ടല്ലോ. നല്ല കാര്യം. വാസ്തവത്തിൽ ഞാൻ അവിടെ ഇറങ്ങി ഒറ്റക്ക് പോയെങ്കിൽ ഞാൻ പല കുണ്ടിലും താന്നു പോകുകയുള്ളൂ. മഴ പെയ്താൽ അവിടെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമാണ്. കാരണം ചേരിക്കുണ്ടുകളാണ് അധികം. വേനൽക്കാലത്തെ അവിടെ ഇറങ്ങാൻ പാടുള്ളൂ. ഇത് നമ്മളറിയുള്ളൂ. അള്ളാഹു എളുപ്പാക്കി. അന്നെല്ലാം വിചാരിച്ച മോനല്ലേ അല്ല ശരിയാക്കുന്നത്. അങ്ങനെ പോയി അമ്മോശൻ വസ്തു നിങ്ങളെങ്ങനെ വന്ന്? ഞാനിങ്ങനെ എത്തി. അങ്ങനെ ഉണ്ടായി. അവിടെ നിന്ന് മൂപ്പരെ സമ്മതം വാങ്ങി ദർശനം വന്ന ഉള്ള ആളത്തേക്ക് ദർശനേക്ക് വിട്ടത് പള്ളിപ്പടി മസ്താൻ കണ്ടോ. പള്ളിപ്പടി മസ്താന്റെ തോടുകൂടെ അവിടെ വന്നു. വലിയ മഹാനാണ്. ചെമ്പിട്ട പള്ളിൻ്റെ പഠിക്കലാണ് മൂപ്പര് കിടക്കൽ. ആലുവായ ഹജ്ജിന് പോയപ്പോൾ അവർ അറഫയിൽ കണ്ടു. വിവരിച്ചു നമ്മളെ പള്ളിപ്പടി മസ്താൻ ഇവിടെ ഹജ്ജിലൊന്നുണ്ടല്ലോ. അന്ന് മൂപ്പര് കൊച്ചിയിൽ നിന്ന് വിട്ടു. അവിടെ നിന്ന് വിട്ടിട്ട് എറണാകുളം വന്നു. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനത്തെ ഹുമോലിനെ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു അവർ. ഇപ്രാവശ്യം തന്നെ അവർ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു ആ പള്ളിപ്പടിയിലേക്ക്. അവർ ആണ്ടിനെ ക്ഷണിച്ചിരിക്കുന്നു. അവിടെ പോകാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സാധിപ്പിച്ചാൽ പോകും. ഖത്മുൽ ഖുർആൻ അതിനു വേണ്ടി. അങ്ങനെ മഹാന്മാർ അവരെ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹിൻ്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിച്ച ആലിമീങ്ങൾ. നമ്മളൊന്നും ആലിമീങ്ങളായിട്ടില്ലടോ. ഞാൻ തോന്നി വിചാരിക്കുന്നു എനിക്ക് ഈ ഇങ്ങനത്തെ ജ്ഞാനം വരുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നു. ഇന്നും ഞാൻ കരഞ്ഞുപോയി. പൂനൂര് പോയപ്പോഴും ഞാൻ കരഞ്ഞുപോയി. കാലിനെല്ലാം കണ്ടാൽ ഒരാൾക്ക് തോന്നൂല. കാരണം എന്താ? നമ്മൾ നഫ്സിന് കിബിർ വന്നു പോകുമോ? അഹങ്കാരം വന്നു പോയപ്പോയില്ലേ. അതുകൊണ്ടത് വേണ്ട എന്ന് പറയല എൻ്റെ ഉദ്ദേശം. പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകാതെ പറ്റുമോ? കൊട്ടൂരിൻ്റെ ദർസ് അവിടെ നടക്കണം.
അത് നമ്മൾ വന്നില്ലെങ്കിലും നിൽക്കും. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാൻ തോന്നും, അല്ല ഞാൻ ഒക്കൂല. ഞാൻ നിർത്തം വന്ന് പാട്ട് കിടന്ന് ഞാൻ പറഞ്ഞ് വരാൻ കഴിയില്ല. അത് നിക്കാഹിനാ, എൻ്റെ നിക്കാഹ് ഞാൻ ചെയ്തിട്ട് ആര് ചെയ്താലും പറ്റില്ല. ഞാൻ വേറെ നേരം ബന്ധം ചിലപ്പോൾ പോണില്ല. വലിയ പൈസയൊക്കെ തരും, എൻ്റെ പൈസയും വേണ്ട, ഒനയ്ക്കും വേണം, പോയാൽ മതി, വരാൻ കഴിയില്ല. ആട്ടി ഓടിക്കാനാണല്ലോ പൈസ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കെന്താണ് പൈസ ഒരു 80, 85, 86 വയസ്സാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക. 86 വയസ്സുള്ള കൂട്ടത്തിലാരാ പറഞ്ഞ? അള്ളാഹു എൻ്റെ ഉമ്മയെ ബാപ്പയാണെങ്കിൽ 63 വയസ്സുണ്ട് വെച്ചു, അമ്മോശൻ്റെ 63 വയസ്സുണ്ട് വെച്ചു. അങ്ങനെ എല്ലാവരും ആ വയസ്സിൽ. ഞാനിത് ഇത്ര കാലം നീണ്ടത് അള്ളാഹു എന്തോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പെണ്ണെട്ടിയപ്പോൾ 15 വയസ്സിൽ 15 വയസ്സിൽ കെട്ടിയാൽ പിന്നെ ഓതാൻ കഴിയുമോ? ഞാൻ വിട്ടില്ല. ഓതിയെന്ന് മാത്രമല്ല, വെല്ലൂർക്ക് ഒളിച്ചു പോയി. വെല്ലൂർ പോയത് പറഞ്ഞിട്ട് പോയതൊന്നുമല്ല, വെറിയ ഒരു ബാഗ് കൊടുത്തിട്ട് ഒളിച്ചു പോയി. അങ്ങനെല്ലാം പഠിച്ച അതേ അവസരത്തിൽ പഠിക്കാൻ പോയാലോ ചെല്ലിക്കാൻ ഒരൊറ്റ ദർശനം ഒഴിയില്ല. ഒന്നാം ദർശനം വന്ന് എല്ലാവർക്കും വായിച്ചു കൊടുക്കും. വലിയ വലിയമ്മക്കൊക്കെ ഞാൻ തന്നെ വായിച്ചു കൊടുക്കും. ഉസ്താദ് പറഞ്ഞ പോലെ പറയാൻ എനിക്കറിയാം. പിന്നെ എനിക്കൊരു ചൊക്കറ് പിടിച്ച് പനി, ഭയങ്കരമായ പനി പിടിച്ചതിന് ശേഷം അഞ്ചാറൊന്നും ഉറങ്ങുമെന്ന് പറഞ്ഞാൽ പഞ്ചഭൂത അറിവെന്ന് എന്തെങ്കിലും ഒന്ന് മുടങ്ങിപ്പോകുന്ന ലക്ഷണം. എൻ്റെ ഉമ്മാക്ക് വലിയ ആവശ്യമാണ്, 2 കുട്ടികളും പഠിച്ച് വിവരമുള്ളവരാവണം. എൻ്റെ വാപ്പയാണെങ്കിൽ മര്യാദ, വാപ്പൻ്റെ പേര് കേട്ടാൽ ചേത്താൻ ആ നാട്ടിലുണ്ടാവില്ല. അപ്പം പറഞ്ഞു കൂക്കളെ ചേത്താന്മാർ കൂക്ക് വിളിച്ചാൽ ചെറിഞ്ഞിക്കോയ തങ്ങൾ വരണോ എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പം നിന്നു പോകും, പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഞാനതിനൊന്നും പോയില്ല, നമ്മൾ ഓടാൻ പോയതാ. അങ്ങനെ ആ പനി പിടിച്ച് 21 ദിവസം നീണ്ടു. ആ പനിയിൽ എനിക്ക് ഉമ്മാൻ്റെ എല്ലാവരും ദ്വയും. ഇമ്മയാണെങ്കിലോ എപ്പോഴും ഖുർആനും സുന്നത്തും തന്നെ. ബാപ്പയാണെങ്കിൽ വലിയ വ്യവഹാരിയും, ആരോടും തോറ്റു കൊടുക്കാത്ത ആളാ. ശൈത്താനോട് മാത്രമല്ല, മനുഷ്യനോടും തോറ്റു കൊടുക്കില്ല. പക്ഷേ അവരെല്ലാം ദ്വാ കൊണ്ടെന്തായി പറ്റിയത് കൊടുക്കാൻ പഞ്ചഭൂതാരിവ് ഹവാസുൽ ഖംസുൽ ലാഹിറത. പക്ഷേ ഹവാസുൽ ഖംസുൽ ബാത്തിന ഒരു ഹവാസുണ്ട്, അതിൽപ്പെട്ടതാണിത്. ഖുവ്വത്ത് ഹാഫിള, അതിന് കേടുപറ്റി. ഇഫ്ലാക്കിയ യാസീന് വരെ മറന്നുപോയടോ. അന്ന് ഞാൻ തഫ്സീർ ഓതുന്ന കാലത്താണ്. ഞാൻ ഓതുന്ന തഫ്സീർ അതാ ദിവസം ഖുർആൻ പാടാക്കല. ആദ്യം സൂറത്തുൽ കഹ്ഫ് നിൽക്കാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ് അപ്പം തന്നെ പാടായി. അങ്ങനെ പിറ്റേന്ന് ഓതി അതിൻ്റെ പിറ്റേന്ന് സൂറത്തൊന്നും ചായത്തൊരു വയറുണ്ട്, ഇനി ആ വയറ് വെക്കാൻ പോകും, അതുകൊണ്ട് പാടാക്കാൻ കഴിയില്ല, അത് പോയി. അതിനപ്പുറത്തെ സൂറത്തൊന്നോ ഞാൻ പഠിച്ചു, സൂറത്ത് താഹയും കാണാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലായി പനി വന്നത്. ഇപ്പം എല്ലാം മറന്നില്ലേ? അള്ളാഹു അതിലൊക്കെ ഓരോ രഹസ്യങ്ങളാക്കിയിട്ടുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയോ? സുന്നത്ത് ജമാഅത്താണ് ദീന്. ആ ദീനിൽ അടിയുറച്ചു നിന്നോളണം, അല്ലെങ്കിൽ നമ്മൾക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. സംശയമില്ല. എന്ത് പഠിച്ചതും ഫലമില്ല. പിന്നെ ഇൽമാണെങ്കിൽ കോട്ടൂർ ഉസ്താദിന് എന്തൊരു ചൂടാണ്, നമുക്ക് തന്നെ സങ്കടമില്ല. ഞാൻ തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇത് ഞങ്ങൾ നമ്മളെ മൈലത്തിലുണ്ടോ? അത് പ്രകൃതിയാണ്, അതിൻ്റെ സ്വക്കളൊന്നുമല്ല, ശരീരത്തിൻ്റെ ഉഷ്ണമാണ്. അതും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അതിനല്ലേ എല്ലാം ചെയ്യണത്, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇങ്ങനത്തെ മജ്‌ലിസും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പണ്ടും ആ കാലത്തും എല്ലാവർക്കും നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മൾ വലിയ ഇഷ്ടമാണ്. കാരണം പഠിക്കണവരോടാണല്ലോ ഇഷ്ടം ഉണ്ടാവുക. എന്ത് ചോദിച്ചാലും മറുപടി വായിക്കില്ല, അപ്പം തന്നെ മറുപടി നൽകും. അങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അതിനോട് കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് വേണോ, പഠിച്ച് കഴിഞ്ഞതും പഠിക്കണം.
ഇന്നിപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു സ്ഥലത്തെഴുതി ഓതിയാൽ ആ സ്ഥലത്തെഴുതിയപ്പോൾ മന്ദിക്കലുള്ളൂ കിതാബ. പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊക്കെ അർത്ഥം കൽബിൽ വേണം. കൽബിലില്ലെങ്കിൽ എവിടുന്നാ ശരിയാകുക? അതൊക്കെ വീഴിച്ചാൽ വളരെയധികം നീണ്ടുപോകും. വീരന്മാർ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്ത ബാക്കിയുള്ളവർ പറഞ്ഞിട്ടല്ല. ഒരു കളിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയുള്ളൂ, വീരന്മാർക്കല്ല തിരിയുള്ളൂ. കളിയന്നെ ഒരു കളിയ അത് ഹക്കാണെങ്കിൽ അതിന് അക്സുന്നക്കിയും ഹക്ക് തന്നെയാണ്. അക്സുന്നക്കിൽ എന്താന്ന് ഇപ്പം പറയണമെങ്കിൽ തിരിയോ വീരന്മാർക്ക്? അങ്ങനെ ഓരോ മസ്സരി എടുത്ത് നോക്കുമ്പോൾ അതും കൂടി പറയുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മൾ അധികത്താവുക. അതിൽപ്പെട്ട ഞാൻ അക്കാലത്ത് അന്തി ഓടിക്കുമെന്ന് പറഞ്ഞ കുട്ടികളുള്ളൂ. അത് ഉണ്ടാക്കിയപ്പോൾ അവർ ഓതും, രണ്ടാമത്തെ ഇപ്പം കൊല്ലം അവർ ഓതും, ഇപ്പം തീരാനായി. അതിലെല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും പറയുന്ന ഹദീസാണിത്. മറ്റൊരങ്ങനെ യമത്തുമൊന്ന് സംഘാവും അങ്ങനെ. ഈ സംഘത്തിൽ ആ സംഘം എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഉമ്മത്താരാ? ഉമ്മത്തു ദൈവത്താണോ ഉമ്മത്തുൽ ഇജാബത്താണോ? ഉമ്മത്തു ദൈവത്ത് എന്ന് പറഞ്ഞാൽ നബി ആരിലേക്കെല്ലാം അയക്കപ്പെട്ടു അവരൊക്കെ പെടും. അപ്പൊ പിന്നെ 71 ഉണ്ടാവും, കാഫറും എല്ലാ സാധനപ്പെട്ടതേ. അപ്പൊ ഉമ്മത്തു ദൈവത്തല്ല. ഉമ്മത്തുൽ ഇജാബത്താണെന്ന് വരുമ്പോഴോ തങ്ങളിൽ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് ഈ പാർട്ടിയാവുന്നത്. ആ പാർട്ടികളിൽ എത്ര പാർട്ടികളുണ്ട്? അതിൽ മുസബ്ബിഹത്ത് വരെയില്ലേ? ആ മുസബ്ബിഹത്തിൽ ഒരു പാർട്ടി പറയുന്നു അള്ളാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഒരു ഷേഖ് ഉണ്ടായില്ലോ പണ്ട്, നിങ്ങളൊക്കെ മൈദാമാരൊക്കെ തുടർന്ന് ചെയ്ത്, അയാൾ ഞാൻ അള്ളാനെ ഞാൻ കാണിച്ചു തരാം. അമ്രതിൻ്റെ കോലത്തിൽ കാണിച്ചു തരാം. മുടിമുളക്കാത്ത അമ്രതിൻ്റെ കോലത്തിൽ അള്ളാനെ കാണിച്ചു തരാൻ പറഞ്ഞു ഷേഖുണ്ട്. ഇതിലെ പറഞ്ഞ് ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, അള്ളാഹു അമ്രതിൻ്റെ കോലത്തിലാണ്. അമ്രതും അജ്റതും ഖത്തത്തുൻ എന്ന് പറയും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ചെറിയ കിതാബിൽ തന്നെ പറയും. പിന്നെ അതുപോലെ നേരത്തെ എപ്പി പറഞ്ഞത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാമുണ്ട്. യാഖൂത്തുൽ ഹമീയുടെ മുഅ്ജമുൽ ബുൽദാൻ എന്നൊരു താരീഖുണ്ട്. 80 പാർട്ടാണത്, 80 ജുസുണ്ട്. ആ താരീഖിൽ എന്ത് പറയുന്നു? മലബാറിനെ സംബന്ധിച്ച് മലബാർ യഖീമുൻ കബീറുൻ യസ്തമിറു അലാ മുദനിൻ കസീറ മിനൽ പാക്കനൂർ വഅൻദറു മദഖൽ വയത്തസിൻ അമലുഹു ബിഅമാലി മുൽത്താൻ വമിൻഹാ യുജ്ലബുൽ ഫുൽഫുൽ ഇലാ ജമീഇ ദുനിയാ എന്ന ഇബാറത്താണ്. അതിന് വജദ്തു ഫീ താരീഖ് ദിമിഷ്ക, അതിൽ ആ ദിമിഷ്കന്റെ താരീഖാണ് അതിലാക്കിയത്. അങ്ങനെ ഇൽമ ഒരുപാടുണ്ട്. എല്ലാ സംഗതികളും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അറിയുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയാൽ പോരാ, അത് കൽബിൽ ഓർമ്മയുണ്ടാവണം. അതിന് അള്ളാഹു പഠിക്കുന്ന നമ്മൾക്ക് നല്ല ഇൽമും തഖ്വയും. ഇൽമിന്റെ എനിക്ക് മറന്നോളൂ, എനിക്ക് കിട്ടണില്ലോ എന്ന് പറഞ്ഞുണ്ടാവൂല. ഇൽമ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നാകണം, കൽബ് ശരിയാവണം. അങ്ങനെ ആയാലേ ഇൽമുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ഹക്കായ നിലക്ക് പഠിച്ച് ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നേ മുത്തഖീങ്ങളാലും സാലിഹീങ്ങളാലും അള്ളാഹു നമ്മളാക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ അവരെ പ്രിയം വെക്കുന്നവരെങ്കിലും ആയിക്കോ, അല്ലാതെ കണ്ട് നമുക്ക് രക്ഷയുണ്ടാവൂല. എത്ര വലിയ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ചുകൂടി, എന്നിട്ട് നമ്മൾ ഇതിന് വെറുതെ പോകാൻ പറ്റൂലല്ലോ. റഹ്മുർ റഹീമായ നാഥാ, ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടിയ ആളുകളല്ല,
എല്ലാ ആളുകളെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന സർവ്വ ആളുകളെയും പരിപൂർണ്ണ ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളാലാക്കണേ റഹ്മാനെ. പിന്നെ ദർസിൻ്റെ കാര്യം, ദർസാണ് ഇപ്പോൾ ഇല്ലാതായി പോണത്. അത് നല്ല ഒരു ദർസാണ് ഇപ്പോൾ നമ്മളെ കോട്ടൂരിൻ്റെ ദർസ്. അയാൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. ദർസിനെ ഖിയാമം വരെ അല്ലാഹു നിലനിർത്തട്ടെ. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വേണ്ട സഹായം അതിൽ ചെയ്യാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ സലാത്ത് പറഞ്ഞാൽ ഞാൻ 2-3 സലാത്ത് ചെയ്യും. اللهم صل على محمد النبي الأمي الحبيب العاجل القليل العظيم الجاهي وعلى آله وصحبه وسلم. ഇതിന് ദഖീറത്തുൽ ഖൈർ എന്നാ പേര്. ഈ സലാത്ത് ഒരു ദിവസം കിടക്കാൻ നേരത്ത്, കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ, ആ കിടക്കാൻ നേരത്ത് വെറുതെ കാര്യങ്ങൾ കിടക്കുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത്. ഒന്നുണ്ടാക്കിയ പിടിച്ചോ 2 നിസ്കരിച്ച് ഫാത്തിഹയും കൊല്ലും ഒന്നും അല്ലെങ്കിൽ ഫാത്തിഹയും കൊല്ലും ഇഖ്ലാസും അബത്തയും കൊല്ലും ആയത്തുൽ കുർസിയും കൊല്ലും. ആ കൂട്ടത്തിൽ ഈ സലാത്തും ചൊല്ലിക്കും. 10 ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച രാവ് അല്ലാത്ത ദിവസം, വെള്ളിയാഴ്ച രാവ് 100 ചൊല്ലിക്കോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആഖിബത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. കശ്ഫിന്റെ അഹ്ലുകാരെന്ന് പറയുന്നു, നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന്നാ. പിന്നെ ആഖിബത്തിന്റെ കാര്യം മോശമുണ്ടോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് സഅദത്തുദ്ദാറൈൻ എന്നൊരു ഹദീസിന്റെ കിതാബ്, അല്ല സലാത്തിന്റെ കിതാബ്, ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം. അതിൻ്റെ മസ്ജിദിൽ ഒരാളാ പറഞ്ഞത്, അതിൻ്റെ ഇജാസത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സലാത്ത് ചെയ്തിക്കൂടി. പിന്നെ മറ്റൊന്നെന്തായിത്തീർന്ന് കടം വീടാനുള്ളതാണ്. എല്ലാവരും കടമെന്നല്ലേ പറയുന്നു, കടം വീടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് എല്ലാ ഒരു ദിവസം രാപ്പകലിൻ്റെ ഇടയിൽ നിസ്കാരത്തിൻ്റെ പിറകെന്നൊന്നുമില്ല, 33 പ്രാവശ്യം ചെല്ല. നന്നക്കരണ്ടെങ്കിൽ 360 പ്രാവശ്യം ചെല്ല. പക്ഷേ കടം വീടാനെന്ന് കരുതി ചെല്ലണ്ട, അപ്പം അവർ ദുന്യവിയായി പോവും. എന്തുണ്ട് നമ്മൾ പഠിക്കാൻ? സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എൻ്റെ സലാത്തിന് വന്നു, കരുവന്തിരിച്ച് ഒരാളെയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്നറിയോ? തങ്ങളെ എൻ്റെ കൂടെ ഒരാളുണ്ട്, തങ്ങൾ എപ്പോഴോ കളപ്പം നിർത്തിയിട്ട് പറഞ്ഞിന് കടം വീണ്ടൊരു സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി അയാൾക്ക് ഒരുപാട് കടണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി കരിച്ച് പിടിച്ച് കറങ്ങുമ്പോൾ കിടക്കല്ലോ, അവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഒരു പൊതി കിട്ടി, പൊതിയിൽ പണ. അപ്പം അങ്ങനെ വെച്ചിട്ട് ആരെയൊന്നും വീണ്ടുപോയതാവും എന്ന് മനസ്സിലാക്കി എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ്, വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടെ നിന്ന്. ആ കിട്ടി, അത് നിങ്ങൾക്കുള്ള എടുത്തോളിന്നത്. ആളെ കഴിഞ്ഞിട്ടുമില്ല. അപ്പം അയാൾ നല്ല തുറന്നു നോക്കി, 6000 ദിർഹമുണ്ട്. ഉറുപ്പ്യല്ല, 6000 ദിർഹമുണ്ട്. പെൺമകളോട് ചോദിച്ചു, ആളിപ്പോൾ പോയി. അപ്പം ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. ആ വിചാരിച്ച് എനിക്ക് 6000 ദിർഹത്തിനാണ് നിങ്ങൾ ചെല്ലിയാലും ശരിയാവില്ല കേട്ടോ. അപ്പം നമുക്ക് പണം ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിട്ടുമെന്ന് ചോദിക്കണ്ട, ഏതോ വിധത്തിൽ അള്ളാഹു വിട്ടില്ല. അപ്പം അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പം ഈ 2 സലാത്തും ചൊല്ലിക്കൊല്ലു, 2 നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാനൊന്നും വേണ്ട. മഹിളമാർക്ക് മുത്തലക്കായ ഇജാദത്ത് കൊടുക്കാനും സമ്മതം തന്നു, സാധാരണക്കാർക്ക് ചെല്ലാൻ. ഇജാദത്തൻ മുത്തലക്കത്തൻ എന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം, ഇതിന് സമ്മതം. അത് നിങ്ങൾ ചൊല്ലി പതിവാക്കണം. പിന്നെ നാരിയത്ത് സലാത്ത്, അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും വരുന്ന സലാത്തല്ലേ. ഒരു ഭയം പറഞ്ഞാൽ എന്താണെന്നറിയോ? നാരിയത്ത് സലാത്ത് എന്നാ അതിൻ്റെ പേര്. ആ സലാത്ത് ചെല്ലാൻ നരകത്ത് പോകുന്ന, നാറ് എന്ന് പറഞ്ഞാൽ നരകല്ലേ. ഒരു വാമി പറഞ്ഞാൽ പറഞ്ഞു, ഓ പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, വന്നവനെ കൊന്നുകളി എന്ന് പഠിച്ചിട്ടേ.
അത്രത്തോളം ഈ കുട്ടികളുണ്ടാവും സലാത്ത്. അള്ളാഹു കാക്കട്ടെ. അത് വലിയ ഫായിദുള്ള സലാത്താണ്, നാരിയത്ത് സലാത്ത്. മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ മാസ ഖുത്ബിയത്ത്. ഓ, വലിയ ശിർക്കന്നെ കൊട്ട ഖുത്ബിയത്താണ്. മഹാനവറുകളുടെ ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഖസീദൊന്നുമല്ല. 1000 കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മുരീദ് ഉണ്ടാക്കിയ ഖസീദയാണ്. ആ ഖസീദയിൽ ആ മഹാനായ മഹവറുകൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാം. കീളക്കര കായൽക്കട്ടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇനാളാണ്. അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ അവരെ മദീന തന്നെ കേട്ടാൽ നമുക്ക് വലിയ അതിശയവും. താൻ വലിയ ദർശിയും ചെറിയ കുട്ടികളൊന്നല്ല, വലിയ വലിയമാരാണ്. ആ ദർസിന് മലക്കുകൾ വരെ വരും. ഒരു ദിവസം ആ ദർസിൽ ഒരാൾ വന്നു. ഇവർക്ക് ആരും പരിചയമില്ല. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു വഹൗലഹു ഫഖഹാഉൻ സദഖത്തുല്ലാഹി طبع قطابا عند الافتراق بغى ويثا فقد نال منه صدقة الله. الله المهيا رأى ميكان مسجده. മീക്കായിൽ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ഒരു സുബകനായ മനുഷ്യൻ ധരത്തിൽ വന്നിരുന്നു. എല്ലാവരും നോക്കി. ഒരു സഫറിന്റെ അടയാളവും കൂടി അയാളിലില്ല. അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ ഉസ്താദുമായിട്ട് സംഭാഷണം ചെയ്ത് പോകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വെള്ളം വേണം. മഴയാണ്, ഇവിടെ പള്ളിപ്പണിയാണ്, വെള്ളമില്ല. ഓ, വെള്ളം തരാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം മഴ പെയ്യുന്നു. കാരണം മീക്കായിൽ മല കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു അത്. ആ മലക്ക് വരെ തൻ്റെ ദർശനം വന്ന് ചെയ്തു. പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കാര്യം പറയാനുണ്ട് സഹോദരൻ. അവരൊക്കെ നിന്ദിച്ചവരെ എവിടുന്നാണ് രക്ഷപ്പെടുക? നിത്യങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഒരു പാത്തി ഒതുക്കടാ, എന്നാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഞാനെത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ ബർക്കത്തുകൊണ്ടാണ്. ഞാൻ മുഹ്യിദ്ദീന്മാരൊക്കെ കേട്ടിട്ടുണ്ട്, അവരെ പേരിൽ ഓരോ പാർട്ടി വരും, അവരെ ദായും ബർക്കത്ത് എത്തുകയാണ്. അപ്പം ഞാനത് ഓതി കഴിക്കണത്ര ഓതാറുണ്ടായിരുന്നു. അല്ലെ, ഒരുപാട് മുടക്കങ്ങളുള്ള അയാളല്ലേ. ഞാനെന്തായിരുന്നു 15 വയസ്സിൽ പെണ്ണെട്ടിയ പിന്നെ ഓതാൻ കഴിയുമോ? പിന്നെ വെല്ലൂർ പോവുക, വേറെ എന്തെങ്കിലും കഴിയുമോ? എല്ലാ ഫുനൂനും പഠിച്ചടോ, എല്ലാ ഫണ്ണുകളും ഞാൻ പഠിച്ചു. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. അത് തന്നെയല്ല, എത്രയോ ആളുകൾക്ക് കാണാതെ ദർശനം ചെയ്ത് കൊടുക്കല. ആ ഉള്ളാളത്തെ പള്ളിൻ്റെ ചുറ്റിലും ആളിരിക്കും. അങ്ങനെ നടന്നിട്ട് എഴുതി കൊടുക്കല. ഇരുന്നാൽ പള്ള കുറുക്കല്ലോ. അങ്ങനെ ആ അള്ളാഹു തന്നത് മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ബർക്കത്തുണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മദ്ഹ് ചെയ്യാതിരിക്കില്ല. ചെറിയ ആളാ. ഒരു ദിവസം ഖലാ ഖദറിൻ്റെ വയതോറിയാണ്. ഖലാ ഖദറിൻ്റെ വാപ്പായിരുന്നു വയത്. എല്ലാം അള്ളാഹിൻ്റെ ഖലാവും ഖദറും എല്ലാവരും വിശ്വസിക്കണ കാര്യമില്ലേ? തൻ്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു. പല്ലി വീണാൽ എണ്ണിച്ച് വാവിലോടാ നമ്മൾ. സർപ്പം വീണാൽ പിന്നെ ഓർത്താനോട് ഉള്ള ആളൊക്കെ മടി. മൂപ്പർക്കൊരു കുലുക്കുമില്ല. വീണെന്ന് മാത്രമല്ല, അത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം പോയി കൊണ്ട് പിടിച്ചെല്ലാം പോയി. എന്നിട്ടും അനക്കമില്ല. ഒടുവിൽ പുറത്ത് ചാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പഴത്ത് നിന്ന് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു. അപ്പം ഇവർക്ക് കേൾക്കേണ്ട ആ പാമ്പൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പം താൻ പറഞ്ഞ് പാമ്പ് പറഞ്ഞൊന്നും വേറൊന്നുമില്ലടോ, ഞാൻ പെരുത്ത ഔലിയാക്കന്മാരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ഹിമ്മത്തുള്ള ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഹിമ്മത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം. നട്ടണ്ട, പേടിക്കണ്ട.
എന്തിന് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിനിന് പേടിക്കേണ്ടതുണ്ടോ? അജബന്നിലുമിനി, മുഅ്മിനിന്റെ കാര്യം അതിശയമല്ലേ എന്ന് ഹദീസിൽ അല്ലാഹു പറഞ്ഞത്. അവനൊരു മുള്ളു കുത്തിയാലും കൂലി, ഒരു മുള്ളു കുത്തിയാലും അവന് കൂലി. കാരണം മുള്ളു കുത്തിയാൽ അവൻ എന്ത് ചെയ്യും? ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി പറഞ്ഞാൽ മരിക്കാൻ മാത്രം പറഞ്ഞു നീ നമ്മളൊക്കെ വിശ്വസിക്കുക. അങ്ങനെയല്ല, ചെറുപ്പിൻ്റെ മാറത്താനും ചെല്ലണം. നേരെ മറിച്ചൊരു നിയമത്ത് കിട്ടിയാലും കൂലി, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. അപ്പോൾ അജബന്റെ മുഅ്മിനിന്റെ കാര്യം വരുന്നത്. അങ്ങനത്തെ നമ്മൾ ഇൽമും കൂടി പഠിച്ചാൽ പേടിക്കണം. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്, സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാപ്പറാക്കി, ഉസ്താദിനെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല, കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ നീ കത്തെഴുതി നോക്കി, ഓനൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കണം. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരിൻ്റെ അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം മടക്കി. സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു തോന്നും. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുത്താൻ വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോൾ ഓൻ്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് ശേഷം അവൻ്റെ നാവില്ല. കാരണം ഇവൻ്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവൻ്റെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. നമ്മളെ മാത്രമല്ല മറ്റവനും പറഞ്ഞവനവൻ. ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ എല്ലാവരും തെറ്റുമ്പം പറയുമല്ലോ, അത് പതിവല്ലേ. അതുകൊണ്ട് അള്ളാഹു എല്ലാവരും നന്നാക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ ഇല്ലാതാക്കാനൊന്നും കഴിയൂലല്ലോ. ഇപ്പം പൂരൂരി നമുക്ക് ചെയ്യണമെന്ന് ചീത്ത പറഞ്ഞ ഒരുത്തർ, അങ്ങനെ പറയണതിൽ എത്രണ്ട്. ചീത്ത പറയാത്തവർ കേൾക്കാത്തവർ അന്നാലും റസൂൽ ചീത്ത പറഞ്ഞില്ലേ? പക്ഷെ നമ്മളതുപോലല്ലേ, നമ്മളൊരുപാട് തെറ്റുകളുള്ളവരാ, നമ്മൾ മനുഷ്യങ്ങളൊന്നുമല്ല. ആ തെറ്റ് പറഞ്ഞാലും ഞാൻ പറയും അവർക്ക് അള്ള പുറത്ത് കൊടുക്കട്ടെ. ചില ആൾ പൊരുത്തപ്പെടിക്കാൻ വരുന്നുണ്ട്. എന്താണോ ഞാനും പറഞ്ഞു എൻ്റെ പൊരുത്തപ്പെടും. അതെല്ലാം അന്നേ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആരോടും ജീവില്ല. അവർക്കെല്ലാം അള്ള പുറത്ത് കൊടുക്കട്ടെ എന്ന് പറയുള്ളൂ. ഇപ്പോഴും അത് തന്നെ പറയും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ സിഹിറും പാരണും ചെയ്യല്ലേ. ദർസികൾ കുട്ടികൾ നിൽക്കണില്ല, അവർക്ക് സോക്കട് ഉൽമാനല്ലേ. വലിയൊരു ദർസിൽ എന്നോട് വന്ന് പറഞ്ഞാൽ അവിടെ സിഹിറിൽ കുട്ടികളെ കൊണ്ട് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞടോ അനെ അവിടെ കയറി ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ സോക്കടില്ല, തീർന്നു. പിന്നെ ആ സോക്കട് മാറി. എനിക്ക് സ്വന്തം സീർ ചെയ്തിട്ടില്ലേ, ഉള്ളാളത്തെ റൂമിൽ വരെ സീർ ചെയ്ത് വെച്ചു. ഒമാഹും ബിളാജീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇذനില്ലാഹ്. അല്ലാഹു പറഞ്ഞ ആ സാഹിര്യങ്ങൾക്ക് ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇതിലില്ലാതെ. മരക്കണി ജിന്ന് ഒരു ജിന്നുണ്ട്, അവിടെ എല്ലാവരും ഇരിക്കുമല്ലോ, എല്ലാവരും പോണാല. ഞാൻ അങ്ങനെ ജിന്നിൻ്റെ അടുത്തൊന്നും പോകില്ല. അതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വയറുണ്ടാകാൻ പോയപ്പോൾ എൻ്റെ കാറിൽ ഈ ജിന്നുള്ള ആൾ വന്ന് കയറി. അപ്പം അയാൾ തക്കച്ച് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോയിക്കൂടെ. ഓ ഞാൻ പോണ പോക്കല്ലേ, അയാൾ കുടിക്കാനത്. പെണ്ണുങ്ങൾ വരെ വന്നില്ല, വയസ്സിന് പോയെ നമ്മൾ ആ കാറിനുണ്ട് പോകുന്നില്ലേ. അതൊന്നും വേണ്ട, നിങ്ങളെ ജിന്ന് ഹാജറാവുമെന്ന് ചോദിച്ചു. ഓ ഹാജറാവും. അങ്ങനെ ജിന്നുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ ജിന്നും ഞാനായിട്ട് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ആ ജിന്നിനോട് പറഞ്ഞപ്പോൾ ജിന്നിനൊരു ഭേദാണ്. ജിന്ന് പറയുന്നത് എനിക്ക് തങ്ങളോട് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. ഇപ്പം പറഞ്ഞോളി, ഇപ്പം എനിക്ക് ഒഴിവാണല്ലോ, പറഞ്ഞോളി. അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെ പറയണോ? ഞാൻ ഉള്ളാളത്ത് വരും, നിങ്ങൾ ഉള്ളാളത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമോ? അതുകൊണ്ട് നിങ്ങളെ അപ്പം ഞാൻ അയാളോട് പറഞ്ഞ്, ആ ജിന്ന് ഉള്ള ആൾക്ക് അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ വരണമെന്ന് പറഞ്ഞാൽ ആ വിസ്മയം എന്നെ അറിയിക്കണം. അങ്ങനെ ഞാൻ അറിയിച്ചു. ഞാൻ കാത്തു. ജിന്ന് വന്ന് കയറി. അവിടെ നിന്ന് ഇഷാമാരിയും ഡെല്ലയിലാണ് എത്തിയത്. അവിടെ നിന്ന് നിസ്കരിച്ച് എന്താക്കണ്ടി ഇവിടെ നിന്ന് തന്നെ ഹാജരാകല്ലോ. അങ്ങനെ ജിന്നങ്ങ് ഹാജരായി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഞാൻ വിചാരിച്ച് കുഴപ്പം നമ്മൾ പാർട്ടി ആയതിൻ്റെ പേരിൽ വല്ലതും പറയാനായിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറേ കാലമായി. ഏതാണ് അന്നേ മുമ്പേ പറയണ്ടേ, അയാൾ പറഞ്ഞില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞ് വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തുള്ളതൊക്കെ ഞാൻ ആദ്യം നീക്കിയിരിക്കുന്നു. ഈ റൂമിൻ്റെ ഉള്ളിലും ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ വന്നാലല്ലേ കാണിച്ചു തരാൻ കഴിയൂ. തങ്ങൾ കക്കൂസിൽ പോകുന്ന കക്കൂസിൻ്റെ ഇടഭാഗത്ത് എന്താ ഉള്ളത്? അവിടെ വലിയൊരു അമറുണ്ട്. അതിലെന്താ കിതാബുണ്ട്. അതിൻ്റെ ചോട്ടിലൊന്ന് നോക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓ നോക്കിക്കോളാം. പക്ഷേ ഞാൻ ഉടനെ വരാം. അത് നോക്കുന്ന ആൾ ഒതുകൊടുത്തിട്ട് വേണം നോക്കാൻ. ചിത്താന്മാരെ കൈയാണല്ലോ, ഓർക്കും വല്ല അബദ്ധം വന്നുകൊണ്ടാണ്. അങ്ങനെ ഇറങ്ങി നോക്കി. അതിനുള്ളിലൊക്കെ നോക്കിയപ്പോൾ ആദ്യം ഒരു കൊയലെടുത്തുള്ളൂ. അത് അപ്പുറപ്പുറം നോക്കിയാൽ കാണുന്ന കൊയല. ഇപ്പോഴത്തെ കൊയലല്ലല്ലോ ഇത്. കറണ്ടും ഒക്കെ ഉള്ള കൊയൽ, അതുപോലത്തെ മുസ്ലിം കൊയലാണ്, അതിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും കൂടി നോക്കി നമ്മളെ കാതിമിനുള്ളൂ. നോക്കിയപ്പോൾ ഒരു കൊയൽ കിട്ടി. ആ കൊയലിനെ അപ്പുറം ഇപ്പുറം അടച്ചിരിക്കണം. അതെടുത്ത് അവിടെ വെച്ച് ജിന്ന് ഹാജറായി. മുജാഹിദീങ്ങൾ ജിന്നും ശൈത്താനായിട്ട് കുടുങ്ങിയ വർത്താൻ എല്ലാവരും അറിയില്ലേ? അത് ഞാനിപ്പോൾ പറയൊന്നും വേണ്ടല്ലോ. അപ്പം അത് ജിന്ന് പറഞ്ഞ് ഇത് ഉടച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു കടലാസിന് അപ്പടി തന്നെ പൊളിഞ്ഞ് അതിനൊന്നും ഒഴിവാക്കണ്ട. എന്നിട്ട് പുഴയിലോ കടലിലോ ഒഴിച്ച് കളി, തങ്ങൾക്കൊരു ചെയ്യും ഏശിയിട്ടില്ല. ജിന്ന് പറയും. ഞാനങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ തകിട് കൊണ്ട് 2 തലക്കും എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളെ അപ്പം ജപിച്ചു വെച്ചതാണ്. പക്ഷെ ഏത് ചെയ്താലും അള്ളാഹിൻ്റെ ഇതിനുണ്ടെങ്കിലേ ഭരിക്കും. അള്ളാഹു എനിക്കില്ല. അതുകൊണ്ട് എല്ലാ ചെയ്തവൻ്റെ ഹദറത്തിലുമല്ലേ ഞാൻ. എൻ്റെ പണി എന്ത്? നിസ്കരിക്കുന്നു, പറഞ്ഞു കൊടുക്കലും ഒക്കെ അല്ലേ. കുറേ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല. എങ്കിലും ജിന്ന് പറഞ്ഞ അതിനെപ്പറ്റി ഞങ്ങൾ മേടിക്കേണ്ട ഒരു സീൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് ജിന്ന് പറഞ്ഞ എനിക്ക് ഉറപ്പൊന്നുമല്ല. നിങ്ങളെ നമ്മളെ കാണാൻ പേരിച്ചുള്ള ആളൊന്നുമല്ല. ജിന്ന് ഇൻസനെ കാണാൻ പേരിച്ചുള്ളവരല്ല, നമ്മൾ തന്നെയാണ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ജിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാ ദിവസമൊക്കെ നടത്തുന്നത്? കുറേ കാലത്താളൊക്കെ അവിടെ ഇരുന്നാൽ പോലെയാണ്. അത് നിങ്ങളെ മധുഹബാ, ഇന്ന മധുഹബ് അങ്ങനെയല്ല. ഇന്ന മധുഹബ് ഞാൻ ഇൽമ കൊണ്ട് ചോരായിട്ട് മരിക്കണമെന്നാണ്. ഓ സമ്മതിച്ച് സാഷ്ടാംഗം പറഞ്ഞു പോയി. അങ്ങനെയാണ് എന്തായത്.
എത്ര കുൽമാർ നടന്ന് എവിടെയും ഞാൻ പറയും ഒരു കാലം ഉള്ളാളത്ത് ഒരു കാലം ട്രെയിനിൽ ഉള്ളാളക്കാർക്കെല്ലാം ദേഷ്യം പിടിക്കൂലേ? ദേഷ്യം പിടിച്ചാൽ ഇരിക്കണ്ട പുല്ല് വരെ ഒന്നാരും കണ്ടുപറ്റിയാൻ ചെയ്തില്ല. ഇപ്പൊ CM അയാൾ ഒരിക്കലും ഉള്ളാളത്ത് വന്നിട്ട് ഉറൂസിന്റെ വാദന എല്ലാവരും പേരില്ല, എന്നാൽ അയാൾ മന്ത്രിയാണ്. അതാ പറഞ്ഞത് എനിക്കും കിട്ടിയെന്ന് കുരുത്തക്കള്. ഞാൻ പറയുന്നില്ല, ഇയാൾ അവിടെ ഒന്ന് പറഞ്ഞ ചോരം പ്രസംഗം ചെയ്തു. ഇത്ര എല്ലാം വരുമാനമുള്ള സ്ഥലത്ത് ഒരു യത്തീം ഖാനും കൂടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ചോറ് കഴിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഉണ്ടാക്കൂട്ടത്. അല്ല, നിങ്ങൾ യത്തീം ഖാന വേണമെന്ന് പറഞ്ഞല്ലോ. യത്തീം മക്കളെ നോക്കേണ്ടത് ഉത്തരവാദിത്വം ആരമേയില്ല. മുസ്ലിം ഭരണകൂടമുണ്ടെങ്കിൽ അവർ നോക്കും, അവർക്ക് അതിൻ്റെ ഫണ്ട് തന്നെ വരുന്നുണ്ട്. ഇല്ലെങ്കിലോ അതാത് സ്ഥലത്തുള്ള യത്തീമുകളെ അവിടെയുള്ള മയാസിറുൽ മുസ്ലിം കഴിവുള്ള മുസ്ലിങ്ങളെ മേൽ നിർബന്ധമാണ്. ഒരു മക്കാമിന്റെ പിരിവ് അത് ജലമാക്കണം. എവിടെയുള്ളത് അവിടെ ശരയുടെ നിയമന്ത് അവിടെ മുത്തരിത്തായ ഉറുഫെന്താണോ അതുപോലെ നടന്നോളണം. ഇതൊരു മന്ത്രിന്റെ മുമ്പിൽ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ദഹിക്കുമോ? അയാൾ അപ്പുറം പോയിട്ട് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ താങ്കളും കുറച്ച് മേമ്പറമാരും തിന്നാണ്. നാട്ടിലെ മണിയത്തി പോത്ത് മന്ത്രിസ്ഥാനല്ല, അത് പോയി മന്ത്രിസ്ഥാനെന്ന് പോയതാ. അതാ പറഞ്ഞ് ഇരിക്കും കിട്ടിയെന്ന് കുരുത്തക്കേട് നടന്ന നമ്മൾ കുറിച്ച് കൊടുത്തത് ഇല്ലേ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഉള്ളത് ആരോടും പതിയും ചെയ്യും. അതിനുള്ള ഹിമ്മത്ത് അല്ലാഹു എനിക്ക് തരട്ടെ, ഇനി ഉണ്ടാകട്ടെ. അതിനല്ലാതെ കണ്ട് നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ ആരെന്തെല്ലാം ഞാൻ മഹസൂമല്ല, ഒരുപാട് തെറ്റി അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങളും ധാരിക്കും തെറ്റുകുറ്റമൊക്കെ ഉണ്ടാവും. വലിയ ആബിദൊന്നും അല്ല, കഴിയുന്നത്തെ നമ്മളെ നിസ്കാരം തഹജ്ജുദൊക്കെ കഴിയുന്നത്തെ ചെയ്യും, അത്രയേ ഉള്ളൂ. ചിലവർ വിചാരിക്കും നമ്മൾ ഇത്ര പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ് നേരം വെളുക്കുന്ന സുബഹി നിസ്കരിച്ച് പുറപ്പെടാണെങ്കിലും പിന്നെ ഖുർആൻ ഓതുകയും അതിൻ്റെ പതിവാണ്. എൻ്റെ വദീഫകൾ ഞാൻ വിടാറില്ല. ഒരു ദിവസം ഖുർആൻ ഓതുന്നത് ഞാൻ ഒഴിവാക്കില്ല. അവരെ വിട്ടാൽ പിന്നെ സമയത്ത് അതും അതിനുള്ള ആഫിയത്തും ഉണ്ടാവണം. അല്ലെങ്കിൽ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് അള്ളാ തരട്ടെ, അത്രേ എനിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ എന്താ അവിടെ വേണ്ടത്? സംഭാവന കൊണ്ടാ. ഈ ദർസിൻ്റെ സംഭാവന ഒന്നും ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പിന്നെ തരൂ, എന്നെ പൈസപ്പം തരാൻ ഗിസയില്ല. എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും നമ്മളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും എല്ലാം നീ കാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, അടിയങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. അടിയങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടാണ് പറയാൻ. അതുകൊണ്ട് നമ്മളെ എല്ലാ ആവശ്യങ്ങളും നിനക്കറിയാം. അതെന്റെ പോലെ വന്നിട്ടുണ്ട്. ഈ മജ്‌ലിസിൽ വെച്ച് കാണുന്ന ഒരാളെയും നീ ഖായിബാക്കരുത് റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد.